ഹലോ. ഈ 4 മരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ശരി ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ? ഈ 4 മരങ്ങളെക്കുറിച്ചും വിശദമായി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് ഈ ഒരു പൂമരാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ നാടിനെ ആ നാട്ടിൻ്റെ പേര് നൽകിയ ഒരു പൂമരാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അതെ, ശരിക്കും തിരുവനന്തപുരത്തെ പൂവാറിനെ പൂവാറാക്കിയ പൂമരാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, സമുദ്രക്കായ അല്ലെങ്കിൽ ബാരിങ്ടോണിയ റസമൂസ. അതെ, ശരിക്കും ഈ ഒരു സമുദ്രക്കായ ഇത് മൺമറഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണെന്ന് പറയാം, ഒരു പൂമരമാണെന്ന് പറയാം. നമ്മുടെ പണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയുണ്ടല്ലോ, ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലമുണ്ട്. 8 വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷ തേടി അദ്ദേഹം അറബിക്കടലിൻ്റെ തീരത്തെ പോക്കുപൂസാപുരത്തെത്തി. അതായത് ഇന്നത്തെ പൂവാർ, പണ്ട് അതിൻ്റെ പേര് പോക്കുപൂസാപുരം എന്നായിരുന്നു. അവിടുന്ന് അവസാനം രക്ഷപ്പെട്ട് നന്ദി പറഞ്ഞു പോകുന്നതിനിടയിലുണ്ടല്ലോ, മാർത്താണ്ഡവർമ്മ അവിടുത്തെ ആറിൻ്റെ തീരത്തെത്തി. ആറിലെ കാഴ്ചയുണ്ടല്ലോ അദ്ദേഹത്തെ ഇങ്ങനെ വിസ്മയിപ്പിച്ച് കളഞ്ഞു. എന്താണെന്നറിയാമോ? കരയിലെ മരത്തിൽ നിന്ന് വീണ പൂക്കൾ കൊണ്ട് ആറാകെ മൂടിയിരിക്കുന്നു. അത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് പൂവാറാണല്ലോ. അതെ, ഇത് വെറും ആറല്ല, പൂവാറാണല്ലോ. ശരിക്കും അന്ന് മുതൽ ആ പൂവിൻ്റെ ഭംഗിയിലൊഴുകുന്ന ആറും ആ നാടും പൂവാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇന്ന് മുതൽ ഇതിങ്ങനെ പൂവാർ എന്നറിയപ്പെടട്ടെ എന്ന്. അങ്ങനെയാണ് ആ നാടിന് പൂവാർ എന്ന പേര് വന്നത്. അപ്പോൾ ഒരു നാടിൻ്റെ പേര് തന്നെ ആയ ഒരു പൂമരമാണ് നീ കാണുന്നത്. ഇന്നത് എന്താ പറയുക, വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തൈകളൊക്കെ കിട്ടാൻ വളരെ കുറവാണ്. നമുക്ക് ഇതിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം കാണിച്ച തൈകളാണ് നമ്മളിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടൊരു 2 വർഷം ആകുമ്പോൾ അതൊക്കെ തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങുന്ന തരത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അപ്പോൾ വേണ്ടേ, പൂവാറിനെ പൂവാറാക്കിയ പൂമരത്തെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ അറിഞ്ഞത്. ആ പൂമരത്തെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ആദ്യത്തെ മരം നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ അല്ലേ? അടുത്തതായി കാണിക്കുന്നത് ഈ ഒരു പൂമരത്തിൻ്റെ തൈയാണ്. ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പൂമരമാണ് കേട്ടോ. ഏതാണത് മനസ്സിലായോ? അതെ, ഇലഞ്ഞി മരമാണ് കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു സുഗന്ധത്തിൻ്റെ ഓർമ്മ നൽകുന്ന മരം. അതെ, നമുക്ക് നമ്മുടെ നാട്ടിൽ ചില മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പഴയകാല ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരും അല്ലേ? അങ്ങനെ ഒരു മരമാണ് ഇലഞ്ഞി. നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം? ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരിൽ ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. അതെ, ചെറിയ ചെറിയ വെള്ള നിറത്തിലുള്ള പൂക്കളാണ്. അതിൻ്റെ സുഗന്ധം അപാരമാണ് കേട്ടോ. ഒരു പൂവ് മാത്രം മതി നമ്മുടെ ചുറ്റുമുള്ള മുഴുവൻ ഇടവും ഒരു പ്രത്യേക തരം ഗന്ധം നിറയ്ക്കാനായിട്ട്. ശരിക്കും ഇലഞ്ഞി എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാരമരം മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംസ്കാരത്തോടും ക്ഷേത്രങ്ങളോടും പഴയ വീടുകളുടെ മുറ്റങ്ങളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മരമാണിത്. അതെ, പണ്ട് കാലത്ത് വീടുകളുടെ മുൻവശത്തും ക്ഷേത്രങ്ങളുടെ പരിസരങ്ങളിലും വഴിയോരങ്ങളിലും ഒക്കെ ഇലഞ്ഞി നട്ടിരുന്നു. എന്തിനാണെന്നറിയാമോ? അതിൻ്റെ തണലിനും സുഗന്ധത്തിനും എന്താ പറയുക, അതിനൊക്കെ വേണ്ടിയായിരുന്നു. ഇനി ഇലഞ്ഞിയുടെ പൂക്കളുണ്ടല്ലോ, മാലകളാക്കും, പൂജയ്ക്കും മുടിയിൽ ചൂടാനും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അടിപൊളി സുഗന്ധം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കേട്ടോ. പൂക്കൾ ചെറുതാണെങ്കിലും മണം അത്രയും ശക്തമാണ്. വൈകുന്നേര സമയത്ത് പ്രത്യേകിച്ചും ഇലഞ്ഞിപ്പൂവിൻ്റെ മണം കാറ്റിലൂടെ വരുമ്പോഴുണ്ടല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇലഞ്ഞിപ്പൂ മണം ഒഴുകി വരും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടുകളൊക്കെ? അതെ, ഇലഞ്ഞിമരം ഈ വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മരമൊന്നും അല്ല കേട്ടോ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് അത് നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. നല്ല മണ്ണ് ആയിരിക്കണം, കെട്ടി നിൽക്കാത്ത വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ ഇത് വളർത്താൻ ശ്രമിക്കരുത്. തുടക്കത്തിൽ കുറച്ച് ശ്രദ്ധ നൽകിയാലുണ്ടല്ലോ, പിന്നീട് ഇത് ശക്തമായ മരമായിട്ട് മാറും. അതെ, അടിപൊളി ഒരു പൂമരമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊരു ഇലഞ്ഞി മരം ഉണ്ടെങ്കിലേ അത് വെറും ഒരു തണൽ മാത്രമായിരിക്കില്ല നൽകുന്നത്, ഒരു നാടൻ ഭംഗി, ഒരു ക്ലാസിക് ലുക്ക്, ഒരു പോസിറ്റീവ് വൈബൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു മരമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് പലരും വിദേശ അലങ്കാര ചെടികൾക്ക് പിന്നാലെ പോകുമ്പോഴുണ്ടല്ലോ,
നമ്മൾ നമ്മുടെ നാടൻ മരങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയാമോ? ഇലിഞ്ഞി പോലുള്ള മരങ്ങളുണ്ടല്ലോ, നമ്മുടെ മണ്ണിൻ്റെ മണവും നമ്മുടെ ഓർമ്മകളും നമ്മുടെ സംസ്കാരവും ഒക്കെ കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ ഒരു ഇലഞ്ഞി മരം നട്ട് നോക്കൂ. വർഷങ്ങൾ കഴിഞ്ഞാലും അതിൻ്റെ തണലും സുഗന്ധവും നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചില മരങ്ങൾ വെറും മരങ്ങളല്ല, അവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെ, ഇലഞ്ഞി, ചെറിയൊരു പൂവിൽ വലിയ സുഗന്ധം ഒളിപ്പിച്ച നമ്മുടെ നാടൻ മരം. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായി കാണിക്കുന്ന ഈ മരം ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് കടമ്പ് മരം. കടമ്പ് മരം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കടമ്പ് മരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെ, പണ്ട് കൃഷ്ണൻ കാളിയമർദ്ദനം നടത്തിയിരുന്നത് ഓർമ്മയുണ്ടോ? അതെ, ശ്രീകൃഷ്ണൻ തൻ്റെ ബാല്യകാലം ഗോകുലത്തിൽ ചിലവഴിക്കുമ്പോൾ കാളിയമർദ്ദനം നടത്തുന്നു. അപ്പോൾ കടമ്പ് മരത്തിന് മുകളിൽ നിന്നും നദിയിലേക്ക് ചാടിയാണ് കാളകൂട സർപ്പത്തിൻ്റെ തലയിൽ കയറിയിരുന്ന് കാളിയമർദ്ദനം നടത്തുന്നത്. അതുമാത്രമല്ല, കടമ്പ് മരത്തെക്കുറിച്ച് പുരാണങ്ങളിലും കാവ്യങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവിക പരിവേഷമുള്ള ഒരു വൃക്ഷമായിട്ടാണ് ഇതറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ മേടിച്ച അമ്പലങ്ങളിലും വീടുകളിലും ഒക്കെ വെക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു തണൽമരമായിട്ട് വളർത്താവുന്ന, നല്ല രസമായിട്ട് ഇങ്ങനെ പൂക്കൾ പിടിക്കുന്ന ഒരു മരമാണിത്. അപ്പോൾ ഇതിൻ്റെ അടിപൊളി തൈകളാണ്. വിൽപ്പനയ്ക്കുള്ള തൈകളുടെ സൈസാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അടുത്തത് ഇവൻ ആരാണെന്ന് മനസ്സിലായോ? അത് 4ാമത്തെ മരമാണ്. ഇതാണ് കരിവീരന്മാരെ പോലെ ഉയർന്നു വരുന്ന ഒരു മരം, കരിമരം. ഞാൻ ഇന്നൊരു വിശിഷ്ട മരത്തെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പേര് കരിമരം. അതെ, അന്തരീക്ഷ താപം 7 ഡിഗ്രി വരെ കുറയ്ക്കാൻ കഴിവുള്ള കരിമരം. ചൂട് കാലത്തെ അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കുന്ന ഒരു മരമാണ് കേട്ടോ ഇത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ്. കരിവീരന്മാർ തോൽക്കും കരിമരം എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാമായണത്തിൽ സീതയെ തേടി ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടുപിടിച്ച ശേഷം ഉണ്ടല്ലോ, ലങ്കാ നഗരം ചുട്ടരിച്ചിരുന്നു. അപ്പോൾ ഹനുമാൻ്റെ ശരീരത്തിൽ പറ്റിയ കരിയെല്ലാം അവിടെ കണ്ട് സിലോൺ എവണി എന്ന മരത്തിൽ തേച്ചു. അങ്ങനെയാണ് ആ മരത്തിന് കരിമരം എന്ന പേര് വന്നത്, കറുപ്പ് നിറം വന്നതും. നല്ല രസമുള്ള ഇലകളാണ്, തടിക്ക് നല്ല കറുപ്പ് നിറമാണ്. ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു പ്ലാന്റാണ്. രക്തസ്രാവം, ഗ്യാസ്, ത്വക്ക് രോഗങ്ങൾക്ക് എതിരായിട്ട്, കരൾ സംബന്ധമായ രോഗം, സന്ധി രോഗം, ഇതിനൊക്കെയുള്ള മരുന്ന് ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ അടിപൊളി തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് വഴി മാത്രമല്ല, ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. വാട്സപ്പ് വഴി നമ്മളിപ്പോൾ ഓർഡർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണിച്ച 4 മരങ്ങളും ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ 4 മരങ്ങളെയും? അപ്പോൾ ദേ അടിപൊളി പൂമരങ്ങളും മരങ്ങളുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഉപയോഗപ്രദമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ടാറ്റാ.